ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ രഹസ്യം അവനിലുള്ള ആഴമേറിയ ദൈവിക പ്രത്യാശയാണ്. ഒരുവനിൽ ദൈവിക പ്രത്യാശ ഉണ്ടെങ്കിൽ അതിനർത്ഥം അവൻ പരാജയപ്പെടാൻ പോകുകയല്ല, അവൻ വിജയിക്കാൻ പോകുകയെന്നാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 42-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. 42-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യന് ദൈവത്തോട് ചേരുവാനുള്ള വലിയ ആകാംക്ഷ അവിടെ കാണിക്കുക. അതിന്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കും. ഒരു മനുഷ്യൻ കൊതിക്കുകയാണ്, ഒരു മാന് എങ്ങനെ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു. ഇച്ചിരൂടെ തുറന്നു പറഞ്ഞാൽ, മാൻ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലത്ത് അതിനെ കടിച്ചു കീറാൻ കൊതിക്കുന്ന ഹിംസ്വര ജീവികൾ ആ അരുവിയുടെ അരികിൽ കുറ്റിക്കാടുകൾക്കകത്ത് മറഞ്ഞിരിപ്പുണ്ട്. മാനിന് ദാഹം കൂടിയിട്ട് അത് കുറ്റിക്കാടുകൾക്കിടയിൽ മറഞ്ഞിരുന്നു കൊണ്ട് തന്നെ ആക്രമിക്കാൻ വരുന്ന ശത്രു ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ശത്രു ഒന്ന് മാറിയിരുന്നെങ്കിൽ എനിക്ക് ആ വെള്ളം ഒന്ന് പാനം ചെയ്യാൻ കഴിയുമെന്നൊരു മാൻ കുതിക്കുന്നത് പോലെ ഭക്തനായ മനുഷ്യൻ വെളിപ്പെടുത്തുകയാ, ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ ഒരു മനുഷ്യനുണ്ടാകുന്ന ആകാംക്ഷ. ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കാം, ഭൗതിക കാര്യങ്ങൾ ലഭിക്കുവാൻ കൊതിക്കുന്നവരുണ്ട്, എന്നാൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ഒരു മാൻ എങ്ങനെ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കൊതിക്കുന്നോ അതുപോലെ ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുവാൻ നീ കൊതിക്കണം. എന്നിട്ട് താഴോട്ട് വായിച്ചു വരുമ്പോ, എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. കണ്ടോ, ദൈവത്തെ കാണാനുള്ള ദാഹം. ഒരു മനുഷ്യൻ ദൈവത്തെ കാണുമ്പോഴാണ് അവനിൽ ആഴമേറിയ പ്രത്യാശ ഉണ്ടാകുന്നത്. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ ചോദിക്കുക, എന്റെ ആത്മാവേ നീ എന്തിനാണ് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്? ദൈവത്തിലേക്ക് പ്രത്യാശ വയ്ക്കുക. ഇനി വചനം കേൾക്കുന്ന ഓരോരുത്തരും സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും നിന്റെ ജീവിതത്തിനെതിരെ വല്ലാത്ത പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിരാശപ്പെടാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് ചേരുവാൻ, പ്രത്യാശയോടെ ജീവിപ്പാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണമേ. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രത്യാശയുള്ളവരായി ജീവിക്കാം, നിരാശകളെ ജയിക്കാം. God bless you.